ഇനി നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയിക്കോളി. എൻ്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റോളാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പോയാലേ 3:30 മണിയുടെ വന്ദേമാതരം കിട്ടും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഒന്നും മിണ്ടാതിരുന്നേ. പോണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ മതി. ഇവരിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ആരും വരുന്നില്ല. അവിടെ ഇരിക്കണോ? മോളെ, വെറുതെ നിങ്ങളെല്ലാം ഇവിടെ നിന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ? ഞാൻ കാരണം ഇനി നിങ്ങളുടെ ജീവിതം കൂടെ ഇല്ലാണ്ടാവണ്ട. അത് രുക്മിണിയമ്മ ചിന്തിക്കുന്നുണ്ടാ. ഞാൻ ചിന്തിക്കുമ്പോ ഇതിന്റെ മൂല കാരണം വേറൊരാളാ. ജീവനോട് ഇല്ലാണ്ടായിപ്പോയി. നമ്മളിനി ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഒരു പിടിയില്ലാത്തൊരു നാടായിപ്പോയി. അല്ലെങ്കിൽ എന്തേലൊക്കെ ചെയ്യായിരുന്നു. എന്ത് ചെയ്യാൻ? എടാ, ഏത് നാട്ടിൽ പോയാലും നമ്മൾ ചെയ്യുന്നതിനൊക്കെ അവസാനം ഒന്നേ ഉള്ളൂ. പക്ഷെ അങ്ങോട്ടേക്ക് ഇവിടുന്ന് ആരെയും കൊണ്ടെത്തിക്കില്ല. ഇവിടെ നടന്നത് നമുക്ക് മാത്രമേ അറിയൂ. വേറെ ആരും അറിയാതെ തന്നെ ഇത് ഒഴിവാക്കി വിടണം. അതെ, അവൻ ജീവനോട് ഇരുന്നിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് വലിയ പാപം ചെയ്ത് തോന്നലൊന്നും ഇവിടെ ആർക്കും വേണ്ട. നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന മാക്സിമം ചെയ്യണം. ഇയാളെ തട്ടിയതിന്റെ പേരിൽ ഇവിടുന്ന് ആരും ജയിലിൽ കയറില്ല.